ദേ അമ്മയുടെ കാല് സ്നോയിൽ സ്റ്റക്കായി പുതഞ്ഞിരിക്കുക കേട്ടോ. കണ്ടു നിൽക്കാതെ വലിച്ചു കയറ്റടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടി ഓടി നടക്കുവാണേ. ഓടി നടന്നും തെന്നിയും ഉരുണ്ടു വീണും സ്നോ വാരി എറിഞ്ഞും ഒക്കെ അങ്ങ് കുഞ്ഞു കുട്ടികളെ പോലെ നടക്കുവാണേ. തെറ്റ് പറയാൻ പറ്റത്തില്ല. ഈ ഒരു പ്യുവർ വൈറ്റും ഇത്രയും നല്ല ഓപ്പൺ സ്പേസും കാണുമ്പോൾ എത്ര വയസ്സായവർക്കും ഒന്ന് തുള്ളിച്ചാടാൻ തോന്നും. അതെ കണ്ടില്ലേ, അത്യാവശ്യം തിക്കായിട്ട് തന്നെ സ്നോ ഫോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇവരുടെ ഒരു ക്യാൻഡിഡ് ഫോട്ടോഷൂട്ട് നടത്താൻ പറഞ്ഞില്ല കേട്ടോ. എടുത്തതൊക്കെ ഉടനെ തന്നെ കാണിച്ചു കൊടുക്കുകയും വേണം കേട്ടോ. ഞാൻ വെറുതെ നമുക്ക് തിരിച്ചു പോയാലോന്ന് ചോദിച്ചപ്പോൾ പറയുക ഇപ്പം തന്നെ പോകണം, കുറച്ചുകൂടെ കഴിഞ്ഞ് പോയാലും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുവാണ്. രാവിലെ തണുപ്പല്ലേ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് പാർട്ടീസായി. രണ്ടുപേരും കൂടെ നടന്ന് എങ്ങോട്ടോ പോയി. ഞാനിങ്ങനെ അമ്മയുടെ ബാഗും പിടിച്ച് പോസ്റ്റായിട്ട് നിൽക്കുവാണ്. സാധാരണ അപ്പനമ്മമാര് മക്കളെയാണ് വലിച്ചു പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇതിപ്പോൾ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. എങ്ങും പച്ച കണ്ട് ശീലിച്ച ഇവർക്ക് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. നമ്മൾ കേരളക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ ഇവിടെ ഉള്ളവർ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഹെവി സ്നോ കാണണേൽ കാനഡയ്ക്കൊന്നും പോകണ്ട, നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന മണാലിയിലേക്ക് വന്നാൽ മതി. ഒരു ട്രെയിനൊക്കെ എടുത്ത് വരാവുന്നതേ ഉള്ളൂ. റൈറ്റ് ടൈമിന് വരണം എന്ന് മാത്രം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.